നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ അങ്ങനെ കോറം പൂർത്തിയായി. മത്സര ചിത്രം തെളിഞ്ഞു. 18 അടവും പയറ്റി നോക്കിയ ശേഷം ഒടുവിൽ അംഗത്തിനിറങ്ങാൻ അൻവറും തയ്യാർ. അൻവറിന് മുന്നിൽ വാതിലടച്ചുവെന്ന് വി.ഡി. സതീശൻ ആവർത്തിക്കുമ്പോൾ വാതിലടഞ്ഞിട്ടില്ല, പാതി തുറന്നിട്ടിരിക്കുകയാണെന്ന് UDF കൺവീനർ. അനാവശ്യ തെരഞ്ഞെടുപ്പെന്നും മത്സരിക്കാനില്ലെന്നുമൊക്കെ പ്രസ്താവിച്ച BJPയും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിയെ തപ്പിക്കണ്ടെത്തി. മാങ്കൂട്ടലിന്റെ രാത്രി സന്ദർശനവും തെരഞ്ഞെടുപ്പ് പോരിന് ചൂടുകൂട്ടി. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ട്രോളുകളുമൊക്കെയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ദിനങ്ങളെ കൊണ്ടാടുകയാണ്. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വാതിലുകൾ അടഞ്ഞതോടെ നിലമ്പൂരിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നാളെ പത്രിക നൽകും. പിണറായിസത്തിനും സതീശന്റെ ഹിറ്റ്ലറിസത്തിനുമെതിരായ പോരാട്ടമെന്ന് അൻവർ. ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമുദായത്തെ അപമാനിച്ചയാളെന്നും വിമർശനം. അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ അവ്യക്തത. വാതിലടച്ചുവെന്ന് ആവർത്തിച്ചു വി.ഡി. സതീശൻ. വാതിലടയ്ക്കാൻ UDF തീരുമാനിച്ചിട്ടില്ലെന്ന് കൺവീനർ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാളും നടത്തില്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ UDFന്റെ അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് നേതൃത്വത്തിന്റെ അറിവോടെയല്ലെന്ന് സതീശൻ. പാർട്ടിക്ക് ശാസിക്കാനും തിരുത്താനും അധികാരമുണ്ടെന്ന് രാഹുൽ. LDF ക്യാമ്പിനെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രി നിലമ്പൂരിൽ. എം സ്വരാജ് കറകളഞ്ഞ സ്ഥാനാർത്ഥിയെന്ന് പിണറായി. ഉപതെരഞ്ഞെടുപ്പിന് കാരണം PV അൻവറിന്റെ ചതി. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച BJP. സ്ഥാനാർത്ഥിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് ജോസഫ് ഗ്രൂപ്പ് യോഗത്തിൽ മോഹൻ ജോർജ് പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് കേരള കോൺഗ്രസ് എം. CPM BJP കൂട്ടുകെട്ട് വ്യക്തമായെന്ന് വി.ഡി. സതീശൻ. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവോദ്ഘാടനം ആലപ്പുഴ കലവൂരിൽ. 3 ലക്ഷത്തോളം കുരുന്നുകൾ 1ാം ക്ലാസ്സിലേക്ക്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. IPLലെ 2ാം ഫൈനലിസ്റ്റുകൾ ആരെന്ന് ഇന്നറിയാം. ക്വാളിഫയറിൽ പഞ്ചാബ് മുംബൈയെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. നിലമ്പൂർ പോര്. സ്ഥാനാർത്ഥികളെല്ലാം കളം നിറഞ്ഞതോടെ നിലമ്പൂരിൽ വരാനിരിക്കുന്നത് കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഇരുമുന്നണികളും അൻവറും വീറോടെ പോരാട്ടത്തിന് തുടക്കമിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് അടിയൊഴുക്കുകളും പ്രതീക്ഷിക്കാം നിലമ്പൂരിൽ. മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് LDF പ്രചാരണത്തിന് നേതൃത്വം നൽകും. UDFും നേതാക്കളുടെ വമ്പൻ നിരയെ ഇറക്കും. അൻവറിന്റേത് രാഷ്ട്രീയ ചതിയെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രസംഗം. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ചയാളുടെ മണ്ണും കൂടിയാണിത്.
ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും അതിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു മുന്നണിയല്ല LDF. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, PV അൻവറിനെ കരിവേപ്പില എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി അങ്ങനെ പറഞ്ഞപ്പോൾ കരിവേപ്പില കറിക്ക് നല്ല ഗുണമാണ്, നല്ല ടേസ്റ്റ് ആണ് എന്ന് അൻവർ മറുപടി കൊടുത്തു. പക്ഷെ ഇപ്പോൾ മറ്റ് കറികളിലേക്ക് ഒന്നും പോവാതെ സ്വന്തമായി കരിവേപ്പിലയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് PV അൻവർ. സ്വാദുണ്ടോ എന്ന് നോക്കാമല്ലേ? അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിലെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം പറയാൻ. ഇവിടെ ഇനി ഇടത് വലത് മുന്നണികൾ എങ്ങനെ ഈ ഒരു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നേരിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു തുടങ്ങിയത് അൻവറിന്റെ വഞ്ചനയെക്കുറിച്ചും അതിനുശേഷം വാര്യംകുന്നത്തിനെ ചതിച്ചതിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളും അത്തരത്തിലൊരു ചതിക്ക് ഇരയായി എന്നത്. അതായത് ചതി, വഞ്ചന എന്നീ കാര്യങ്ങളാണ് PV അൻവറിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അത് വരും ദിവസങ്ങളിൽ വലിയ പ്രചരണ വിഷയമാകുമെന്ന് ഉറപ്പാണ്. താഴെത്തട്ടിൽ ആ തരത്തിൽ തന്നെയായിരിക്കും മുഖ്യ പ്രചരണം നടക്കുക. ഒപ്പം സർക്കാരിൻ്റെ വികസന മുദ്രാവാക്യങ്ങളും ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാകും. മറുവശത്ത് UDF ആണ് അക്ഷരാർത്ഥത്തിൽ ഈ അൻവറിൻ്റെ നിലപാടിൽ അല്പമൊന്ന് പതറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനേ ഇല്ല എന്നാണ് UDFിൻ്റെ നിലപാട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇനി ഇതിൽ പറയുകയില്ല എന്നുള്ളതാണ്. എന്ത് തരത്തിൽ പ്രകോപനം ഉണ്ടായാലും അതിൽ പറയേണ്ടതില്ല, പറയാനില്ല എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച നിലപാട്. അല്പസമയം മുമ്പ് ഷാഫി പറമ്പിലോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴും ഷാഫി പറമ്പിലും അതിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. അതായത് അൻവറിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക, അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക എന്ന തന്ത്രമാണ് UDF സ്വീകരിക്കുന്നത്. പക്ഷേ അൻവർ ഗ്രൗണ്ടിലുണ്ടാക്കുന്ന, മണ്ഡലത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ എങ്ങനെയാകുമെന്ന് ഇപ്പോഴും രണ്ട് മുന്നണികൾക്കും പൂർണ്ണമായിട്ടും കണക്കാക്കാൻ കഴിയുകയില്ല. ഇടതുപക്ഷം അവർക്ക് അനുകൂലമായൊരു ഫാക്ടറായിട്ട് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമെന്നൊരു കണക്കുകൂട്ടൽ നടത്തുന്നുണ്ട്. കാരണം 2 തവണയും ഇടത് വോട്ടുകൾക്ക് പുറമെ UDFിൻ്റെ അതൃപ്തരിൽ നിന്നും അൻവർ സമാഹരിച്ച വോട്ടുകളാണ് ഇവിടെ അൻവറിന് വിജയിക്കാൻ വഴിയൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോരാതിരിക്കുമ്പോൾ അൻവറിൻ്റെ വോട്ടുകൾ അത് UDFിനായിരിക്കും ദോഷം ചെയ്യുക എന്നൊരു കണക്കുകൂട്ടലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. മറുവശത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ അൻവർ ചോർത്തുമെന്ന കണക്കുകൂട്ടൽ UDFിനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിരുന്നു. ഒട്ടേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ഒരു സീരീസിൻ്റെ അവസാനമായിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം വന്നിരിക്കുന്നത്. ഇനിയും അതിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല. കാരണം നാളെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാലും 5-ാം തീയതി വരെ പിൻവലിക്കാനുള്ള സാഹചര്യമുണ്ട്. UDFിൽ ഇപ്പോൾ തന്നെ അൻവറിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് വലിയ 2 അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഈ എത്ര സ്ഥാനാർത്ഥികളുണ്ടാകും, അൻവർ എങ്ങനെയായിരിക്കും ഈ ഒരു സമയത്ത് പ്രചാരണം നടത്തുക, അൻവർ നോമിനേഷൻ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നിലമ്പൂരിനെ ചൂടുപിടിപ്പിക്കുന്നത് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഈ ഘട്ടത്തിൽ. CV അനുമോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. നന്ദി. പിണറായി സത്തിനെതിരെ പോരാടാനിറങ്ങിയ PV അൻവർ ഒടുവിൽ ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ഇനിയൊരു UDF സഹകരണമില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത് ശക്തി തെളിയിക്കലാണ്. പിണറായിക്കെതിരെ പോരാടി തുടങ്ങിയ അൻവർ ഒടുവിൽ VD സതീശനെയും മുഖ്യ ശത്രുവാക്കി. ഒടുവിൽ ആ സസ്പെൻസ് അൻവർ തന്നെ അവസാനിപ്പിച്ചു. തർക്കിച്ച് വെല്ലുവിളിച്ച് UDF പ്രവേശനത്തിന് വഴി തേടിയ അൻവർ ഇനി തൽക്കാലത്തേക്കെങ്കിലും UDF സഹകരണം മുന്നിൽ കാണുന്നില്ല. നിലമ്പൂരിൽ നാളെ നോമിനേഷൻ നൽകും. ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായി സത്തിനെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു 10-25,000 വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവാ. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക. അപ്പം 25,000 വോട്ട് എനിക്ക് കിട്ടിയാൽ എവിടെയാ പിണറായിസം? ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക. 25,000 വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ? ഈ വോട്ടും UDFിൻ്റെ വോട്ടും കൂട്ടിയ വോട്ട്, അതാണ് പിണറായിസത്തിനെതിരെയുള്ള വോട്ട്. അവിടെ ഈ പിണറായിസത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വലിയ ഒരു ബാരിക്കേഡ് നിൽക്കുക. ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല. അപ്പം ഞാൻ അതിന് നിൽക്കണം.
അതല്ല എൻ്റെ വാതിൽ കൂടി അടച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിണറായിത്തെ വെല്ലുവിളിച്ചു തുടങ്ങിയ അൻവർ ഒടുവിൽ UDFന്റെ ചെയർമാനെ തന്നെ സമാന അകലത്തിൽ നിർത്തുകയാണ്. അൻവറില്ലാതെയും നിലമ്പൂർ വിജയിക്കുമെന്ന് പറഞ്ഞ VD സതീശനെതിരെ രൂക്ഷ വിമർശനം. മൂന്നാം വട്ടവും തുടർഭരണത്തിനൊരുങ്ങുന്ന പിണറായിയെ താഴെയിറക്കാൻ സതീശന് കഴിയില്ലെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പേരിൽ കള്ളക്കേസെടുത്ത് BJPയെ സന്തോഷിപ്പിച്ച ഇതേ സുജിത് ദാസ്, ഈ കള്ളക്കടത്തിനും കൊലപാതകത്തിനും ബാക്കി നിന്ന സുജിത് ദാസ്, മരം മുറിച്ച സുജിത് ദാസ്, എല്ലാ അന്വേഷണവും തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വീണ്ടും അതിൻ്റെ മൂന്നാമത്തെ ദിവസം വിളിച്ചിരുത്തി. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? മിണ്ടൂല. അപ്പം ഇതൊരു നെക്സസിൻ്റെ ഭാഗമാണ്, ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. താൻ പിന്തുണച്ചാലും ആരൺ ഷൗക്കത്ത് വിജയിക്കില്ല. UDF സ്ഥാനാർത്ഥിക്കെതിരെ ന്യൂനപക്ഷ വികാരം ഇളക്കിവിടാൻ ഉതകുന്നതാണ് അൻവറിന്റെ വാക്കുകൾ. ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. പിന്നെന്താ, മൂപ്പർക്ക് ദേശീയ അവാർഡ് കിട്ടി, പാഠമൊന്ന് വിലാപം, ഒരു സിനിമ. ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ്? ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ. ഒരു സമുദായത്തെ ആ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ചൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. UDFലെ പ്രബല വിഭാഗം അൻവറിനൊപ്പം നിന്നപ്പോൾ VD സതീശന്റെ കടുത്ത നിലപാടാണ് തിരിച്ചടിയായത്. ജീവൻ മരണ പോരാട്ടമായ നിലമ്പൂരിൽ പ്രതിപക്ഷ നേതാവ് കളിച്ചത് പ്രായോഗിക രാഷ്ട്രീയമല്ലെന്ന് വാദിക്കുന്നവർ മുന്നണിയിലുണ്ട്. ഭാവിയിലെങ്കിലും സതീശനെതിരെ ഈ വികാരം ആളിക്കത്തിക്കാൻ ലക്ഷ്യമിടുന്നതാണ് അൻവറിന്റെ വാക്കുകൾ. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള UDF ലീഡർഷിപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, അത് നീട്ടി കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങളെ വാലിൽ കെട്ടാമെന്ന ദുരുദ്ദേശത്തിലാണ് UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പോലും അദ്ദേഹം പ്രഖ്യാപിക്കാതിരുന്നത്. ഇടതു വലത് മുന്നണികളെ ഒരുപോലെ വെല്ലുവിളിച്ചുള്ള രാഷ്ട്രീയ പരീക്ഷണമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. മത്സരത്തിനിറങ്ങുമ്പോൾ വിജയത്തിനപ്പുറം തന്റെ ശക്തി തെളിയിക്കാനാണ് അൻവറിന്റെ ശ്രമം. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങളെ ബാധിക്കില്ലെന്ന് ഇരുമുന്നണികളും പറയുന്നുണ്ടെങ്കിലും നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഏറെ ടെസ്റ്റുകൾ ഇനിയും പ്രതീക്ഷിക്കാം. ന്യൂസ് 18 മലപ്പുറം. അൻവറിനെ സഹകരിപ്പിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ അവസാനിക്കാതെ അവ്യക്തത. അൻവറിന്റെ മുന്നിൽ വാതിലടച്ചുവെന്ന് ആവർത്തിച്ചു VD സതീശൻ. ഇനി UDFൽ ആരും അൻവറുമായി ചർച്ച നടത്തില്ലെന്ന് VD സതീശൻ വ്യക്തമാക്കി. എന്നാൽ അൻവറിന്റെ മുന്നിൽ വാതിലടച്ചുവെന്നത് സതീശന്റെ മാത്രം അഭിപ്രായമാണെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാൾ നടത്തില്ല. ആരെങ്കിലും വല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഈ ഒരു ചർച്ചയിൽ ഞങ്ങൾ വാതിൽ അടച്ചു എന്നും വാതിൽ തുറന്നു എന്നും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ UDFന്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. UDFന്റെ അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. അൻവർ വിഷയം അവസാനിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ കോൺഗ്രസിനൊപ്പമാണ് ലീഗ്. LDFും UDFും തമ്മിലാണ് മത്സരമെന്നും കുഞ്ഞാലിക്കുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചത് വ്യക്തിപരമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുമ്പോഴും UDF ക്യാമ്പിൽ എത്രമാത്രം കൂടിയാലോചന നടക്കുന്നു എന്നത് സംബന്ധിച്ച് പലവിധ ചോദ്യങ്ങൾ ഉയരുകയാണ്. മുതിർന്ന നേതാക്കളുടെ ഈഗോ ക്ലാസിൽ യുവനിരയ്ക്ക് കടുത്ത നിരാശയും അതൃപ്തിയും ഉണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാഹുലിന്റെ കൂടിക്കാഴ്ചയെ ഏറ്റവും നിശിതമായി വിമർശിച്ചത് VD സതീശനാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന് തന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നില്ല രാഹുലിന്റെ മറുപടി. മറിച്ച് നേതൃത്വത്തിന് അതിനുള്ള അവകാശം ഉണ്ട് എന്നായിരുന്നു. K സുധാകരനോട് പോലും ചോദിക്കാതെയാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന ആക്ഷേപവുമായി പിന്നാലെ PV അൻവറും രംഗത്തെത്തി. വടകരയിൽ ഷാഫി പറമ്പിലിന്റെയും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിജയം കോൺഗ്രസിലെ യുവനിരയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത വെല്ലുവിളി നേരിട്ട കൊല്ലം ജില്ലയിൽ PC വിഷ്ണുനാഥും CR മഹേഷും ജയിച്ചു കയറുകയും ചെയ്തിരുന്നു.
ഇതിൽ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത്. ഇവിടെ ജയിച്ചു കയറുക എന്നത് അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യവും. യുവ നേതാക്കൾ ഇത് തിരിച്ചറിയുന്നു. മുതിർന്ന നേതാക്കളും ഇക്കാര്യത്തിൽ ബോധവാന്മാരാണെങ്കിലും തമ്മിലടി നിരാശപ്പെടുത്തുന്നതെന്നാണ് യുവ നേതൃനിരയുടെ വികാരം. പിണറായിസത്തിന്റെ ഇരയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല അൻവറിനെ കണ്ടതെന്നാണ് സൂചന. യുവ നേതൃനിരയുടെ പിന്തുണ കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണ് ചുമതലപ്പെടുന്നത്. അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. പ്രതിപക്ഷ നേതാവിന് തന്നെ ശാസിക്കാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നില്ല രാഹുലിന്റെ മറുപടി. നേതൃത്വം എന്ന വിശാലാർത്ഥത്തിലാണ് രാഹുൽ പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വം എന്നോട് പറയുകയാണ് എന്റെ ഒരു പ്രവൃത്തി തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ശക്തമായ വിമർശനം രാഹുലിനെതിരെ ഉന്നയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അൻവറിനെ ഒപ്പം നിർത്തണമെന്ന വികാരമാണ് ഒരു വിഭാഗം നേതാക്കളുടെ സമീപനത്തിന് കാരണവും. അതൊരു അച്ചടക്ക നടപടിയായിട്ട് നമുക്ക് എടുക്കാനേ പറ്റില്ല. അച്ചടക്കവുമല്ല, അച്ചടക്കത്തേക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ തിണ്ണബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വകാര്യ സന്ദർശനം അത് ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. ഞങ്ങൾ അർദ്ധരാത്രിയിലൊന്നും പോയി ആരെയും കാണാനും എടുക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാകും. അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും പിന്മാറുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഒരു വിഭാഗം UDF നേതാക്കൾ വച്ചു പുലർത്തുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ VD സതീശനും. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അൻവർ വിളിച്ചു വരുത്തിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഷാഫി പറമ്പിൽ. രാഹുൽ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പോയി കണ്ടതാണ്. അൻവർ വിഷയം തീർത്തു കഴിഞ്ഞു എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആവർത്തിക്കുന്നു. വന്യമൃഗശല്യം പരിഹരിക്കാത്ത സർക്കാരിന്റെ ശല്യം തീർക്കാൻ കാത്തുനിൽക്കുകയാണ് ജനങ്ങളെന്നും ഷാഫി പറമ്പിൽ. അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം പോയി കണ്ടതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളെ വിളിച്ചു വരുത്തിയതോ മറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം കാണുന്ന അയാളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞു. അദ്ദേഹം തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പോയി കണ്ടു. ആ വിഷയം ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു എന്ന് കുഞ്ഞാലി സാഹിബിനെ പോലൊരു നേതാവ് പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം അത് റീഓപ്പൺ ചെയ്ത് വേറൊന്നും അതിൽ കൂടുതലകത്ത് പറയുന്നില്ലല്ലോ. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിലമ്പൂരിൽ LDF വിജയിക്കുമെന്ന് MP ഗോവിന്ദൻ. അൻവർ നിലനിൽക്കാൻ ആവശ്യമായ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോൽക്കും എന്നുവരെ അൻവർ വ്യക്തമാക്കുന്നുവെന്നും MP ഗോവിന്ദൻ. പിണറായിസത്തിന്റെ ഇരയായതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വന്ന് കണ്ടതെന്ന് PV അൻവർ. പാലക്കാട് വെച്ചും രാഹുൽ തന്നെ സ്വകാര്യമായി വന്ന് കണ്ടിരുന്നു. 4 ദിവസം മുൻപ് K സുധാകരനും തന്നെ വന്ന് കണ്ടിരുന്നെന്നും അൻവർ. PV അൻവറിനെ കാണാൻ രാത്രിയിൽ പോകുന്നത് UDFന്റെ ഗതികേടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ഇനി എത്ര പേർ ക്യൂ നിൽക്കുമെന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നേക്കാം. MLA സ്ഥാനം തന്നെ രാജിവെച്ചത് UDF പറഞ്ഞിട്ടായിരുന്നില്ലേ എന്നും സ്വരാജ് പ്രതികരിച്ചു. PV അൻവർ മത്സരിക്കുന്നത് LDFനെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ആർക്കും മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും സ്വരാജ്. സ്വരാജ് യാകാശമെന്ന് ബിനോയ് വിശ്വം. ഈ പടക്കുതിരയെ പിടിച്ചുകെട്ടാൻ ആരുണ്ട് ഇവിടെയെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരാമർശം. നാം വെല്ലുവിളിക്കുന്നു, ഈ പടക്കുതിരയെ പിടിച്ചുകെട്ടാൻ ആരുണ്ട്? അവരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നാം പറയുന്നു, ലക്ഷ്യം കാണാതെ വിജയം വരിക്കാതെ ഈ പടയോട്ടം LDF അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അതിലെ പടന്മാരാണ് നമ്മളെല്ലാവരും. ഈ പടയാളികൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു, സ്വരാജാണ് നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട പുത്രൻ, സ്വരാജാണ് വിജയപ്രതീക, സ്വരാജാണ് വിജയിക്കാൻ പോകുന്ന ആൾ. ആരെല്ലാം ഉണ്ടെങ്കിലും വരട്ടെ, അവരെല്ലാം ഒറ്റയ്ക്കോ കൂട്ടായോ വരട്ടെ, അവരെല്ലാം നാം ഇവിടെ പിടിച്ചു കിട്ടും. LDFന്റെ മണ്ണിൽ, നിലമ്പൂരിന്റെ മണ്ണിൽ LDF അതിന്റെ വിജയക്കൊടി പാലിക്കുന്നത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം കൂടിയിരിക്കുന്നത്. പോളിംഗ് ദിവസം വരും വരെയും നമുക്കാർക്കും വിശ്രമിക്കാൻ അവകാശമില്ല. നിലമ്പൂരിൽ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച BJP മത്സരിക്കാൻ താൽപര്യമില്ലെന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നാടകീയ പ്രഖ്യാപനം. അതിനിടെ മോഹൻ ജോർജ് ജോസഫ് ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കുന്ന ചിത്രവുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നു. എന്നാൽ സ്ഥാനാർത്ഥിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. നിലമ്പൂരിൽ പ്രബലമായ മാർത്തോമ സഭയുടെ കൗൺസിൽ അംഗത്തെ തന്നെ കളത്തിലിറക്കിയാണ് BJPയുടെ സസ്പെൻസ് എൻട്രി.
നിലമ്പൂർ മഞ്ചേരി കോടതികളിലെ അഭിഭാഷകനും ചുങ്കത്തറ പള്ളിയുടെ വൈസ് പ്രസിഡന്റുമായ മോഹൻ ജോർജ് കേരള കോൺഗ്രസ് നേതാവായിരുന്നു. മണ്ഡലത്തിൽ പൊതുവെ സ്വാധീനമില്ലാത്ത BJP ക്രൈസ്തവ വോട്ട് കൂടി ഉന്നം വെച്ചാണ് പുതിയ നീക്കം നടത്തിയത്. അല്ല, ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കാലത്ത് 60 കൊല്ലം 40 കൊല്ലം 20 കൊല്ലം ചേർത്ത് ആ സംഘടനക്കകത്ത് പ്രവർത്തിച്ചു വരികയൊന്നല്ല ഇതുവരെ സ്ഥാനാർത്ഥിയാക്കിയത്. ഞാൻ LDFന്റെയും UDFന്റെയും രാഷ്ട്രീയ ഗതികേടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നായിരുന്നു ഇതുവരെയുള്ള BJP നിലപാട്. BJP മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുവരെ ചർച്ചകൾ നടന്നു. BDJSനെ സമീപിച്ചെങ്കിലും അവരും പിൻവാങ്ങി. ഇതിനൊടുവിലാണ് മേഖലയിലെ പ്രമുഖ ക്രൈസ്തവ സഭയുടെ മുൻനിരയിലുള്ള ആളിനെ തന്നെ രംഗത്തു കൊണ്ടുവന്നത്. ഞാൻ കേരള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. KSCയുടെ മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഇനിയും BJPക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കും. മെമ്പറാകുക മാത്രമല്ല. അതേസമയം മോഹൻ ജോർജിന്റെ മുൻ രാഷ്ട്രീയ പാർട്ടിയെ ചൊല്ലി വിവാദം കൊഴുക്കുകയാണ്. ഏപ്രിൽ 15 മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വേദിയിലിരിക്കുന്ന ചിത്രങ്ങൾ മാണി വിഭാഗം പുറത്തുവിട്ടു. യഥാർത്ഥത്തിൽ ജോസഫ് ഗ്രൂപ്പാണ്. അത് പലരും നിഷേധിക്കുന്നുണ്ട്. പക്ഷേ നിഷേധം തടിതപ്പുന്നതിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ തങ്ങളുമായി മോഹൻ ജോർജിന് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ജോസഫ് വിഭാഗം കൈയൊഴിഞ്ഞു. ബന്ധമില്ലാത്ത ആൾ എങ്ങനെ വേദിയിലെത്തി എന്ന ചോദ്യത്തിന് മോൻസ് ജോസഫിന്റെ മറുപടി ഇങ്ങനെയാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു ഭാരവാഹിത്വം കൊടുക്കാൻ ജില്ലയിലെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളും അതിന് എതിരായിരുന്നു, ഒറ്റക്കെട്ടായിട്ട് എതിരായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് തള്ളിക്കളഞ്ഞു. കേരള കോൺഗ്രസ് B നേതാവാണ് താനെന്ന് മോഹൻ ജോർജ് പ്രതികരിച്ചിരുന്നു. ഇതോടെ BJP സ്ഥാനാർത്ഥിയെ ചൊല്ലി LDFും UDFും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ CPM BJP കൂട്ടുകെട്ട് വ്യക്തമായെന്ന് VD സതീശൻ. UDF വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നാണ് BJP CPMന് കൊടുത്ത ഉറപ്പെന്ന് VD സതീശന്റെ ആരോപണം. പാർട്ടിക്കാരനല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഈ ഉറപ്പ് BJP പാലിച്ചുവെന്നും സതീശൻ ആരോപിച്ചു. UDF സംഘടനാ സംവിധാനം ശക്തമാണെന്നും UDF വോട്ടിൽ വിള്ളൽ ഉണ്ടാകില്ലെന്നും സതീശൻ. സംസ്ഥാനത്ത് എത്ര പ്രതിപക്ഷ നേതാവും എത്ര KPCC പ്രസിഡന്റും ഉണ്ടെന്ന് ജോസ് കെ മാണി. ഇപ്പോൾ വന്ന BJP സ്ഥാനാർത്ഥിയെയും UDF നിർത്തിയതാണെന്ന് കേട്ടുവെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിലമ്പൂരിൽ UDF നിലം പരിശാകുമെന്നും ജോസ് കെ മാണി. മഴ തുടരും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഹോസ്ദുർഗിൽ 112 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കുഡുലുവിൽ 140 മില്ലിമീറ്റർ മഴ ലഭിച്ചു. അതേസമയം ഇന്ന് മഴ കുറഞ്ഞതോടെ ജില്ലയിൽ അടച്ചിട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. മഴ കുറവുള്ള മറ്റ് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. അപ്പർ കുട്ടനാട്ടിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു തന്നെ. ഇന്നലെ കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അപ്പർ കുട്ടനാട്ടിലെ മേഖലയിലെ ജലനിരപ്പ് അപകട നിലയിലെത്തിയിരുന്നു. പല ജില്ലകളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ വീണു. പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. നാളെ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. മരണം 25 കടന്നു. മിസോറാമിൽ മാത്രം 113 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. മണിപ്പൂരിലെ ഇംഫാൽ നദി കരകവിഞ്ഞു. വടക്കൻ സിക്കിമിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. വിവിധയിടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും 1.5 ലക്ഷത്തിലേറെ പേരെ ബാധിച്ചതായാണ് വിവരം. ശക്തമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമാണ് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടത്. അസം, അരുണാചൽ, മേഘാലയ, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവുമുണ്ടായി. അസമിലെ 12 ജില്ലകളിൽ നിന്ന് മാത്രം നിരവധി പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അരുണാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും സ്ഥിതി സമാനമാണ്. അരുണാചലിലെ ഈസ്റ്റ് കാമെങ് ജില്ലയിൽ മണ്ണിടിച്ചിലിൽ കാർ ഒലിച്ചുപോയി 2 കുടുംബങ്ങളിലെ 7 പേർ മരിച്ചു.
മഴ ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ ടുറയ്ക്കും അസമിലെ ഗുവാഹത്തിക്കും ഇടയിലുള്ള NH-17 തകർന്നു. ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. ബോക്കോ, ചായ്കാവ് എന്നിവിടങ്ങളിൽ NH-17 പ്രധാന ഭാഗങ്ങൾ ഒലിച്ചുപോയതായാണ് വിവരം. മണ്ണിടിച്ചിലിൽ പ്രധാന റോഡുകളൊക്കെ തകർന്നതിനാൽ വടക്കൻ സിക്കിമിലെ വിവിധ ഭാഗങ്ങളിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലാച്ചുങ്ങിലും ചാലനിലുമാണ് ഏറെ പേർ കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയായതുകൊണ്ട് തന്നെ തിരച്ചിലും ദുഷ്കരമാണ്. ടീസ്റ്റാ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതും പ്രതിസന്ധിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് HSSൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3 ലക്ഷത്തോളം കുട്ടികൾ നാളെ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. നവാഗതരായ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും. സ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് വൈകുന്നേരം മാത്രമാക്കുന്നതും സർക്കാർ പരിഗണനയിലുണ്ട്. രാവിലെയും വൈകുന്നേരവുമായി 15 മിനിറ്റ് സമയം വർദ്ധിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. രോഗം ബാധിച്ച് ചികിത്സയിൽ ഉള്ളത് 3758 പേർ. 24 മണിക്കൂറിനിടെ 4 മരണം സ്ഥിരീകരിച്ചു. 363 പേർ കൂടി രോഗബാധിതരായി. ചികിത്സയിലുള്ളവരിൽ 1400 പേരും കേരളത്തിലാണ്. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഗുജറാത്തിലും രോഗബാധിതരുടെ എണ്ണം ഉയരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ യുദ്ധവിമാനം നഷ്ടമായെന്ന സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവനയിൽ രാഷ്ട്രീയ വിവാദം. സർക്കാർ സത്യം മൂടിവെച്ച് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആവശ്യപ്പെട്ടു. Pakistan claims 6 Indian jets were downed. Is it correct in that estimate? Absolutely incorrect, and that is not information which I said is important. What is important is why they were down. That is more important for us. And what did we do after that? That's more important. സംയുക്ത സേനാ മേധാവിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിരവധി ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് ഉയരുന്നത്. CDSന്റെ പ്രസംഗത്തിലെ തുടക്കത്തിലെ നഷ്ടമെന്ന പ്രയോഗം ആയുധമാക്കി കോൺഗ്രസ് രംഗത്ത് വന്നു. ഇന്ത്യ പാക് സംഘർഷത്തിൽ എത്ര നഷ്ടം സംഭവിച്ചുവെന്ന് വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് തിരിച്ചടിയുടെ വസ്തുതകൾ പുറത്തുവിടാത്തത്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാത്തത് തുടങ്ങി ചോദ്യങ്ങൾ നിരവധി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും ഖർഗെ ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ പിതാവ് K സുബ്രഹ്മണ്യത്തിന്റെ അധ്യക്ഷതയിൽ മുൻപ് AB വാജ്പേയി സർക്കാർ കാർഗിൽ യുദ്ധത്തിന് ശേഷം അന്വേഷണ സമിതി രൂപീകരിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി. ജനറൽ അനിൽ ചൗഹാന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാരും അന്വേഷണ സമിതി രൂപീകരിക്കാൻ തയ്യാറാകുമോ എന്നും ജയറാം രമേശ് ചോദിച്ചു. हम मानकर चल रहे हैं कि इस पर चर्चा होगी, बहस होगा पार्लियामेंट में. विपक्ष के साथ भी विश्वास में लेना चाहिए प्रधानमंत्री को. और हमारी एक सवाल है कि क्या जो कारगिल रिव्यू समिति की माफिक समीक्षा की गई थी कारगिल युद्ध के बाद, क्या आप जनरल चौहान जी ने जो कहा है उस मामलों पर भी आप विश्लेषण करेंगे, अध्ययन करेंगे, रिपोर्ट पेश होगा और पार्लियामेंट में उस पर बहस होगी? तो यही सवाल है. എന്തുകൊണ്ടാണ് തിരിച്ചടിയുടെ വസ്തുതകൾ വിദേശ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. എന്തുകൊണ്ടാണ് വസ്തുതകളും സത്യങ്ങളും ജനങ്ങളോടും പാർലമെന്റിനോടും തുറന്നു പറയാത്തതെന്നും തൃണമൂൽ കോൺഗ്രസും ചോദിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നൊന്നായി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് 22 പാർട്ടികൾ ചേർന്ന് പ്രധാനമന്ത്രിക്ക് കത്തയക്കാനും തീരുമാനമുണ്ട്. ഇതോടെ വിഷയങ്ങളിൽ മറുപടി പറയാൻ കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദമേറി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ അന്വേഷണം വിപുലമാക്കി ഏജൻസികൾ. കേരളത്തിൽ 7 ദിവസത്തെ സന്ദർശനത്തിനിടെ ജ്യോതി ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഉത്സവത്തിന്റെ വീഡിയോ ബ്ലോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ എത്തിയപ്പോൾ യുവതി കൊച്ചി കപ്പൽശാലയിലും സന്ദർശനം നടത്തിയ വിവരങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. ചാരവൃത്തിക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഹരിയാനയിലെ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചതിൽ നിന്നാണ് അവർ കണ്ണൂരിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്.
ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യത്തിന്റെ വീഡിയോ ജ്യോതിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവനോടൊപ്പം സ്വയംഭൂവായി വനശാസ്താവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന പുരാതന ക്ഷേത്രമാണ് കാശിപുരം വനശാസ്ത ക്ഷേത്രം. കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിൽ നടത്തിയ 7 ദിവസത്തെ സന്ദർശനത്തിനിടെ ജ്യോതി ഈ ക്ഷേത്രത്തിലും എത്തിയെന്നാണ് കരുതുന്നത്. കേരള സന്ദർശനത്തിനിടെ ജ്യോതി കൊച്ചി മട്ടാഞ്ചേരിയിലെ കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലായിരുന്നു ഈ കാലയളവിൽ ജ്യോതി താമസിച്ചിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലാണ് ജ്യോതി തന്റെ ട്രാവൽ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിന് മുമ്പ് ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി കണ്ടെത്തിയിരുന്നു. സമൂഹമാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ജ്യോതിയെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായും വിവരങ്ങൾ കൈമാറിക്കിട്ടാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമാരുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര അടക്കം 12 പേരെയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന കുറ്റത്തിന് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പോലീസ് കസ്റ്റഡിയിലാണ്. രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. IPLിലെ രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ലീഗ് ഘട്ടത്തിൽ 1ാം സ്ഥാനക്കാരായിരുന്ന പഞ്ചാബ് കിങ്സിന് ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സിനോട് തോറ്റതോടെയാണ് രണ്ടാം ക്വാളിഫയർ കളിക്കേണ്ടി വന്നത്. എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പുറത്താക്കിയാണ് മുംബൈയുടെ വരവ്. ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗ് മികവിനെ ആശ്രയിച്ചാണ് മുംബൈയുടെ ഫൈനൽ പ്രതീക്ഷ. 2 ടീമും നേരിട്ട അവസാന 5 മത്സരങ്ങളിൽ 3 തവണയും പഞ്ചാബിനായിരുന്നു വിജയം. 5 തവണ IPL കിരീടം നേടിയതിന്റെ ആത്മവിശ്വാസമായിരിക്കും മുംബൈയുടെ മുതൽക്കൂട്ട്. യുസവേന്ദ്ര ചഹൽ ഇന്ന് പഞ്ചാബ് നിരയിലേക്ക് മടങ്ങിയെത്തിയേക്കും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം.